MG യൂണിവേഴ്സിറ്റിയുടെ 2024 ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസം എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആക്ച്വലി ഇങ്ങനെയാണ്: യൂറോപ്യൻ ഇമ്പീരിയലിസം ഇന്ത്യയിൽ എപ്രകാരമായിരുന്നു? യൂറോപ്യൻ ഇമ്പീരിയലിസത്തെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചാണ് കൂടുതൽ പറയേണ്ടി വരിക. രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക രംഗത്ത് ഇന്ത്യയിൽ അധിനിവേശം സൃഷ്ടിച്ചവരാണ്. They were the people who established political, economic and cultural domination in Indian subcontinent by their power and also with their political strategies and wars. Notably the British East India Company from the late 18th century until the India's independence. 18ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഇങ്ങോട്ട് 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വരെയുമുള്ള കാലഘട്ടത്തിൽ ഇതിങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ആദ്യം അവർ മാത്രമല്ല കേട്ടോ. ഏർലി യൂറോപ്യൻ പ്രസൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉൾപ്പെടുത്തേണ്ടത് പോർച്ചുഗീസ്, ഫ്രഞ്ച്, ഡച്ച് തുടങ്ങിയവരാണ്. ഇനീഷ്യലി ദേ എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡിംഗ് പോസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് പ്രൈമർലി സീക്കിംഗ് ആക്സസ് ടു വാല്യുബിൾ ഗുഡ്സ് ലൈക്ക് സ്പൈസസ് ആൻഡ് ടെക്സ്റ്റൈൽസ്. ഇവിടെ കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും പിന്നീട് ഇവിടുത്തെ അമൂല്യ വിഭവങ്ങളായ സുഗന്ധവ്യഞ്ജനങ്ങളും തുണിത്തരങ്ങൾക്കും ഒക്കെ ആയിട്ട് അവര് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നുകൊണ്ടേയിരുന്നു. ഇതാണ് ആദ്യകാല ചരിത്രം. അടുത്തത് റൈസ് ഓഫ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു വലിയ ശക്തിയായി ഉയർന്നു വരുന്നു എന്നുള്ളതാണ് നമ്മൾ പിന്നീട് കാണുന്ന ചരിത്രം. ദി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി EIC ഗ്രാജുവലി ഗെയിൻഡ് ഡോമിനൻസ്. അവര് ക്രമേണ ആധിപത്യം നേടാൻ കഴിഞ്ഞു. എസ്റ്റാബ്ലിഷിംഗ് ഇറ്റ്സ് ഓൺ ആർമി, സ്വന്തമായി അത് സൈന്യത്തെ ഉണ്ടാക്കി. ആൻഡ് എക്സ്പാൻഡിങ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ത്രൂ മിലിറ്ററി വിക്ടറീസ് ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ്. സൈനിക വിജയങ്ങളുടെയും രാഷ്ട്രീയ തന്ത്രങ്ങളുടെയും ഒക്കെ അവരുടെ സ്വാധീനം ഇവിടെ വർദ്ധിപ്പിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. ദെൻ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, സാമ്പത്തിക ചൂഷണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തി. ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലേറ്റർ ദ ബ്രിട്ടീഷ് ക്രൗൺ at first ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബട്ട് ലേറ്റർ ബ്രിട്ടീഷ് ക്രൗൺ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ശേഷം ബ്രിട്ടീഷ് രാജ ഭരണം. ഇവർ രണ്ടുപേരാണെങ്കിലും എക്സ്പ്ലോയിറ്റഡ് ഇന്ത്യാസ് റിസോഴ്സസ്, ഇന്ത്യയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്തു. ആൻഡ് ഇൻഡസ്ട്രീസ് ഫോർ ദർ ഓൺ ബെനഫിറ്റ്, അവരുടെ പ്രയോജനത്തിനായി. ലീഡിങ് ടു ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് എക്കണോമിക് ഹാർഷിപ്പ്. അത് ഡീ ഇൻഡസ്ട്രിയലൈസേഷനും സാമ്പത്തിക കഠിനതകൾക്കും ഇന്ത്യ സഫർ ചെയ്യാൻ ഇടയാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തത് പൊളിറ്റിക്കൽ കൺട്രോൾ ആണ്. ബ്രിട്ടീഷ് ഗ്രാജുവലി എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്റ്റ് കൺട്രോൾ ഓവർ വാസ്റ്റ് ടെറിട്ടറീസ്. ബ്രിട്ടീഷുകാര് ഇന്ത്യയുടെ വിശാലമായ ഭൂപ്രദേശത്തിന് മേൽ നേരിട്ടുള്ള നിയന്ത്രണം ക്രമേണ പിടിച്ചെടുക്കുകയാണ്. ഡിസ്മാൻഡ്ലിംഗ് എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്, മുഗളന്മാരടക്കമുള്ള ഇവിടെ നിലവിലിരുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെ എല്ലാം പിരിച്ചുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തകർത്തെറിഞ്ഞുകൊണ്ട്. ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് എ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ ഇന്ത്യയിൽ ഒരു കോളനി ഭരണം ഇവിടെ സ്ഥാപിക്കുകയാണ്. അടുത്തതായിട്ട് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇമ്പാക്ട്. ഇത് ഇന്ത്യയുടെ സാമൂഹികവും ചരിത്രപരവുമായിട്ടുള്ള രംഗത്ത് എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കിയെന്ന് ഈ ബ്രിട്ടീഷ് കോളനി ഭരണം. ബ്രിട്ടീഷ് റൂൾ ബ്രോട്ട് അബൌട്ട് സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിൽ ഗണ്യമായ മാറ്റമാണ് ഇത് വരുത്തിയത്. ഇൻക്ലൂഡിംഗ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, പാശ്ചാത്യ വിദ്യാഭ്യാസം ഇവിടെ അവതരിപ്പിച്ചത് മുതൽ ലീഗൽ സിസ്റ്റംസ്, ഇവിടെ അവിടുത്തെ നിയമ സംവിധാനങ്ങൾ. ആൻഡ് ന്യൂ ലാംഗ്വേജ്, ഒരു പുതിയ ഭാഷ ഇംഗ്ലീഷ്. ആസ് വെൽ ആസ് ദ സപ്രഷൻ ഓഫ് സർട്ടൻ കൾച്ചറൽ പ്രാക്ടീസസ്. ഇവിടെ ഇന്ത്യയിലുണ്ടായിരുന്ന പല കൾച്ചറൽ പ്രാക്ടീസസ് അടക്കം അമർച്ച ചെയ്യാനായിട്ടും അവർക്ക് കഴിഞ്ഞു. സതി പോലുള്ള ആചാരങ്ങളൊക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റ് കാലത്ത് തന്നെയാണ് നിർത്തലാക്കുന്നത്. റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ്. പിന്നെ ഈ ബ്രിട്ടീഷ് കോളനി ഭരണത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെതിരെ ചെറുത്തുനിൽപ്പുണ്ടായ കഥയോടി പറഞ്ഞാലാണ് അത് പൂർത്തിയാവുകയുള്ളൂ. ഓവർ ടൈം ഇന്ത്യൻസ് റെസിസ്റ്റഡ് ബ്രിട്ടീഷ് റൂൾ ത്രൂ വേരിയസ് മൂവ്മെന്റ്സ്. കാലങ്ങൾ കൊണ്ട് പല പ്രസ്ഥാനങ്ങളിലൂടെ ബ്രിട്ടീഷ് ഭരണം ഒരുപാട് ചെറുത്തുനിൽപ്പുകൾ നടത്തിയിട്ടുണ്ട്. കൾമിനേറ്റിംഗ് ഇൻ ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്കാണ് അത് നയിക്കുന്നത്. ദാറ്റ് ലെഡ് ടു ദി എൻഡ് ഓഫ് ദി ബ്രിട്ടീഷ് രാജ് ഇൻ 1947. 1947 അത് ബ്രിട്ടീഷ് രാജിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഇനി ഇതൊക്കെയാണ് ഈ ബ്രിട്ടീഷ് കോളനി ഭരണത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ യൂറോപ്യൻ കോളനി വൽക്കരണം എന്ന ടോപ്പിക്ക് ചർച്ച ചെയ്യുമ്പോൾ ബ്രിട്ടീഷുകാരെ പോലെ പോർച്ചുഗീസുകാരോ ഡച്ചുകാരോ അത്രയും ദീർഘകാലം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇമ്പീരിയലിസ്റ്റ് കൺട്രി ആയിട്ട് ഇമ്പീരിയലിസ്റ്റ് ഡോമിനേഷൻ സ്ഥാപിക്കാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്.